ഹായ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മളെ പല സിറ്റുവേഷൻസിലും നമുക്ക് എന്താ പറയുക തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മൾ പല സിറ്റുവേഷനിലുണ്ടായിരുന്നു. ചില സിറ്റുവേഷൻസിൽ നമുക്ക് എന്താ പറയുക രണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. രണ്ടിനും ഒരുപോലെ പോസിറ്റീവ്സും ഉണ്ടാവും, നെഗറ്റീവ്സും ഉണ്ടാവും. രണ്ടിനും അതിൻ്റേതായുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടാവും, ഡിസഡ്വാൻറ്റേജസ് ഉണ്ടാവും. രണ്ടും ഒരുപോലെ നമുക്ക് ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ മറ്റേതിൽ ഒരു പാത്തായിരിക്കും, വേറെ ഡിഫറെൻറ്റ് പാത്തായിരിക്കും. അതിന് നമുക്ക് എന്താ പറയുക അച്ചീവ് ചെയ്യാൻ കഴിയും. ഈ ഈ ഒരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഈ പാത്തിലൂടെ നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ രണ്ടിലും കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഏതാണ് നമുക്ക് ഫ്ലെക്സിബിള്, അതിപ്പോൾ കരിയർ ചൂസ് ചെയ്യുന്നതിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും മേജർ ഡിസിഷൻ എടുക്കുന്നതിലായിരിക്കാം, പല കാര്യത്തിലുമായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നിങ്ങൾ ഓരോരുത്തരും എങ്ങനെയാണ് അത് മാനേജ് ചെയ്യുക? അതായത് ഇപ്പോൾ പലർക്കും ചിലർ ഓരോതിൻ്റെയും പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എടുത്തിട്ട് അത് കട്ട് ഔട്ട് ചെയ്തിട്ട് ഏതിനാണോ എന്താ പറയുക പോസിറ്റീവ്സ് അഡ്വാൻറ്റേജസിലേറെ കൂടി നിൽക്കുന്നത് അത് ചൂസ് ചെയ്യും. അങ്ങനെ പല ഓപ്ഷൻസിലും ചിലർ ഗഡ്സ് എന്താണോ പറയുന്നത് അതെടുക്കും. അങ്ങനെ പലർക്കും പലതായിട്ടുള്ള ഓപ്ഷൻസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഒരു ഡിസിഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ മാനേജ് ചെയ്യുന്നത്? ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കൂ.